ഹാബിറ്റസ് പീഡിയയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ സെഷൻ കറണ്ട് അഫയേഴ്സ് ആണ്. ആൻഡ് നമ്മളിത് ഒരു വീക്ക്ലി റൗണ്ടപ്പ് പോലെ എല്ലാ വീക്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഈ സെഷനിൽ നമ്മൾ ഒക്ടോബർ 3 തൊട്ട് ഒക്ടോബർ 10 വരെയുള്ള ഇമ്പോർട്ടൻറ്റ്, അതായത് ന്യൂസ് പേപ്പറിൽ കണ്ടതും അങ്ങനെയൊക്കെ വാർത്തകളിൽ കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു എന്താ പറയുക എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളത് പോയിന്റ് ചെയ്ത് എടുത്ത് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റ് പോലെയാണ് നമ്മളിത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ സെഷനിലുള്ളത്. സോ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി നിയമിതനായ വ്യക്തി. ആർ വെങ്കിട്ടരാമണിയാണ് 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ട് നിയമിതനായ വ്യക്തി. ഇനി രണ്ടാമത്തെ ചോദ്യം, വേൾഡ് ഹാർട്ട് ഡേ എന്നാണ്? വേൾഡ് ഹാർട്ട് ഡേ സെപ്റ്റംബർ 29 അപ്പോൾ വേൾഡ് ഹാർട്ട് ഡേ സെപ്റ്റംബർ 29. ഇനി അടുത്ത ചോദ്യം, ഹൃദയാഘാത ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിനും പ്രാഥമിക പരിചരണം നൽകുന്നതിനും ജനങ്ങളെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ. ആ ക്യാമ്പയിന്റെ പേരാണ് ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ക്യാമ്പയിനാണ് ഹൃദയാഘാത ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിനും പ്രാഥമിക പരിചരണം നൽകുന്നതിനും ജനങ്ങളെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മേഘാലയ ചീഫ് സെക്രട്ടറി ആയി ചുമതലയേറ്റ മലയാളി ആരാണെന്നാണ്? ഷക്കീൽ അഹമ്മദ് ആണ് മേഘാലയ ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റ മലയാളി. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായ വ്യക്തി. ശിരീഷ് ചന്ദ്ര മുർമു എന്ന് പറയുന്ന ആളാണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് പുതിയതായിട്ട് നിയമിതനായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണെന്നാണ്? ജസ്റ്റിസ് PV ആഷയാണ് ഇപ്പം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് നിലവിൽ ഉള്ളത്. അടുത്ത ചോദ്യം, 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് അതിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ. ഇന്ത്യയും ശ്രീലങ്കയാണ് 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അത് 13th എഡിഷൻ ആണ്. അതുപോലെ 8 ടീമുകളാണ് മത്സരത്തിനുണ്ടായിരുന്നത്. കറന്റ് ചാമ്പ്യൻസ് ഓസ്ട്രേലിയയാണ്. അടുത്ത ചോദ്യം, 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വിന്നേഴ്സ്. അപ്പം 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ ടൈറ്റിൽ വിന്നേഴ്സ് ആയിട്ട് വന്നത് ഇന്ത്യയാണ്. 9ാമത്തെ തവണയാണ് അവർ ടൈറ്റിൽ വിന്നേഴ്സ് ആവുന്നത്. പിന്നെ ഫൈനലിൽ പാകിസ്ഥാനെയാണ് ഡിഫീറ്റ് ചെയ്തത്. പിന്നെ ഏഷ്യ കപ്പിലെ ഇത്തവണ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ മെമ്പേഴ്സിനെ നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന് തിലക് വർമ്മയാണ്, രണ്ടാമത്തത് അഭിഷേക് ശർമ്മയാണ്. അപ്പം തിലക് വർമ്മ വാസ് പ്ലെയർ ഓഫ് ദ മാച്ച്, അതുപോലെ അഭിഷേക് ശർമ്മ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരുന്നു. പിന്നെ ഏഷ്യ കപ്പ് നടന്നത് ഇത്തവണ ദുബായിലാണ് ഏഷ്യ കപ്പ് നടന്നത്. അപ്പം 2025 ലോക പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വനിതാ വ്യക്തിഗത കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരി ശീതൾ ദേവിയാണ്. അപ്പൊ 2025 ലോക പാരാ ആർച്ചറി ഐറ്റം നോക്കി വെക്കണം, ആർച്ചറി ആണ്. അപ്പം ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വനിതാ വ്യക്തിഗത കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരി ശീതൾ ദേവി. അടുത്ത ചോദ്യം, 2025 മെൻസ് അണ്ടർ 20 ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ വെന്യൂ ചിലിയിലാണ്. അപ്പം 2025 മെൻസ് അണ്ടർ 20 ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ വെന്യൂ പറയുന്നത് ചിലിയിലാണ്. ഇനി വുമൻസ് പ്രീമിയർ ലീഗ് WPL വിമൻസ് പ്രീമിയർ ലീഗ് അതിന്റെ പുതിയ ചെയർമാനായി നിയമിക്കപ്പെട്ട മലയാളി ജയേഷ് ജോർജ്. വിമൻസ് പ്രീമിയർ ലീഗിന്റെ പുതിയ ചെയർമാനായി നിയമിക്കപ്പെട്ട മലയാളി ജയേഷ് ജോർജ്. അടുത്ത ചോദ്യം, കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനും നേർവഴി കാട്ടുന്നതിനും വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതി. ആ പദ്ധതിയുടെ പേര് കാവൽ എന്നാണ്. 21 വയസ്സ് വരെയുള്ളവരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സാധാരണ കുട്ടികൾ ഉൾപ്പെടുന്ന പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 18 വയസ്സെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ കാവലില് 21 വയസ്സ് വരെയുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനും നേർവഴി കാട്ടുന്നതിനും വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാവല്. ഇനി കാഴ്ച പരിമിതരെ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ
അതുപോലെ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറത്തിന്റെ സഹകരണത്തോടെ ആവിഷ്കരിച്ച പദ്ധതി. അപ്പം സംസ്ഥാന സാക്ഷരതാ മിഷനും ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറത്തിന്റെ സഹകരണത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ദീപ്തി ബ്രെയിലി സാക്ഷരതാ പദ്ധതി. സഹകരണത്തോടെ എന്നാണ്. അപ്പം കാഴ്ചാപരിമിതരെ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്താനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറത്തിന്റെ സഹകരണത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ദീപ്തി ബ്രെയിലി സാക്ഷരതാ പദ്ധതി. കേരള കലാമണ്ഡലത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നും കഥകളി പഠിക്കാനെത്തിയ ആദ്യ മുസ്ലിം വിദ്യാർത്ഥിനിയാണ് സാബ്രി. അപ്പം കേരള കലാമണ്ഡലത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നും കഥകളി പഠിക്കാനെത്തിയ ആദ്യ മുസ്ലിം വിദ്യാർത്ഥിനി സാബ്രി. കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ലഭിച്ചത് രാമചന്ദ്ര ഗുഹ. അപ്പൊ കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ലഭിച്ചത് രാമചന്ദ്ര ഗുഹയ്ക്കാണ്. അദ്ദേഹത്തിന്റെ വേറെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്നുള്ളത്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി. അത് പല എക്സാമിനും നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി രാമചന്ദ്ര ഗുഹയുടെയാണ്. അപ്പം ഇത്തവണത്തെ കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ലഭിച്ചത് രാമചന്ദ്ര ഗുഹയ്ക്കാണ്. അടുത്ത ചോദ്യം, സ്റ്റാച്യു ഓഫ് യൂണിയൻ. സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന ഹനുമാൻ പ്രതിമ സ്ഥിതി ചെയ്യുന്ന രാജ്യം. US-ലാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന ഹനുമാൻ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ സ്റ്റാച്യു ഓഫ് യൂണിയൻ ഹനുമാൻ പ്രതിമയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് US-ലാണ്, USA. അടുത്തിടെ വിദേശ ബ്രാൻഡ് മരുന്നുകൾക്ക് 100% തീരുവ പ്രഖ്യാപിച്ച രാജ്യം USA ആണ്. അപ്പം അടുത്തിടെ വിദേശ ബ്രാൻഡ് മരുന്നുകൾക്ക് 100% തീരുവ പ്രഖ്യാപിച്ച രാജ്യം USA ആണ്. അത് പിന്നെ നമ്മൾ വാർത്തകളിൽ ഇപ്പം ട്രംപിന്റെ താരിഫ് പ്ലാൻസ്, കുറെ താരിഫ് പോളിസീസ് ഒരുപാട് ഇങ്ങനെ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചുമ്മാ ഗസ് ചെയ്താലും ഇതിന്റെ ഒരു ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം 100% തീരുവ പ്രഖ്യാപിച്ചത് USA ആണ്. ഇനി ലോകത്തിലെ ആദ്യ സിംഗിൾ പീസ് 3D പ്രിന്റഡ് എഞ്ചിൻ റോക്കറ്റ്. അഗ്നിബാൺ ആണ് ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് 3D പ്രിന്റഡ് എഞ്ചിൻ റോക്കറ്റ്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് 3D പ്രിന്റഡ് എഞ്ചിൻ റോക്കറ്റ് അഗ്നിബാൺ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ബലോഡ്. അത് ഏത് സംസ്ഥാനത്തിലാണെന്നാണ്. അപ്പൊ അത് ഛത്തീസ്ഗഡിലാണ് ബലോഡ് എന്ന് പറയുന്ന ജില്ല ഉള്ളത്. ബലോഡാണ് ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ല ബലോഡ്. അത് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. അടുത്തത്, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സംഘടിപ്പിക്കുന്ന 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിന്റെ വേദി അങ്കമാലിയിലാണ്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സംഘടിപ്പിക്കുന്ന 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിന്റെ വേദി അങ്കമാലിയിലാണ്. അടുത്ത ചോദ്യം, 2025 സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ 1-ാം സ്ഥാനം. സിംഗപ്പൂരിനാണ് 2025 സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക. സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ്. അതിൽ 1-ാം സ്ഥാനം സിംഗപ്പൂരിനാണ്. ഇന്ത്യക്ക് 128-ാം സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പം 2025 ഇക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് അഥവാ സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ 1-ാം സ്ഥാനം സിംഗപ്പൂരിനാണ്. അടുത്ത ചോദ്യം, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. അപ്പോൾ NS മാധവൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത്. അടുത്തത്, വാട്സാപ്പിന് ബദലായി ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ. അപ്പൊ ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച ചാറ്റിംഗ് ആപ്പാണ് അരട്ടൈ. അപ്പം വാട്സാപ്പിന് ബദലായി ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച ചാറ്റിംഗ് ആപ്പാണ് അരട്ടൈ. ഇനി ഇന്ത്യയിലെ ആദ്യ സമഗ്ര ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചത് ഗോവയിലാണ്. അത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ കീഴിലാണ് വരുന്നത്. ഇന്ത്യയിലെ ആദ്യ സമഗ്ര ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചത് ഗോവയിലാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ കീഴിലാണ് അത് വരുന്നത്. അടുത്തത്, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ടെപ്പ എന്നാ പറയാ. അതായത് ട്രേഡ് ആൻഡ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ്. ട്രേഡ് ആൻഡ് ഇക്കണോമിക്
പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ്. അപ്പം ട്രേഡ് ആൻഡ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ടെപ്പ പ്രാബല്യത്തിൽ വന്നത് 2025 ഒക്ടോബർ 1-നാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറ് പ്രാബല്യത്തിൽ വന്നത് 2025 ഒക്ടോബർ 1-നാണ്. അടുത്ത ചോദ്യം, ലോക വയോജന ദിനം അന്ന് തന്നെയാണ് ദേശീയ രക്തദാന ദിനവും. അപ്പൊ രണ്ടും ഒരേ ദിവസമാണ്. ലോക വയോജന ദിനവും ദേശീയ രക്തദാന ദിനവും ഒക്ടോബർ 1-നാണ്. ലോക വയോജന ദിനം, ദേശീയ രക്തദാന ദിനം രണ്ടും ഒക്ടോബർ 1-നാണ്. അടുത്തത് 2025 ബാലചന്ദ്രൻ വടക്കേടത്ത് പുരസ്കാരത്തിന് അർഹനായത് എം.എൻ. കാരശ്ശേരി. എം.എൻ. കാരശ്ശേരിയാണ് 2025 ബാലചന്ദ്രൻ വടക്കേടത്ത് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. അടുത്ത ചോദ്യം, റാംസാർ സൈറ്റ് പദവി. റാംസാർ സൈറ്റ് പദവി ലഭിച്ച ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവും. അപ്പൊ ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവും റീസെന്റ് റാംസാർ സൈറ്റ് പദവി ലഭിച്ച 2 വെറ്റ്ലാൻഡ്സ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ബീഹാറിലാണ്. ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവും അത് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. റീസെന്റ് റാംസാർ സൈറ്റ് പദവി ലഭിച്ച 2 വെറ്റ്ലാൻഡ്സ് ആണ് അത്. പിന്നെ യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ 13ാമത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ലഡാക്കിലെ കോൾഡ് ഡെസേർട്ട് ആണ്. യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ 13ാമത്തെ ബയോസ്ഫിയർ റിസർവ് കോൾഡ് ഡെസേർട്ട്, ലഡാക്ക്. ഇനി NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ 2025 പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരം അത് കൊല്ലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരം കൊല്ലത്താണ്. രണ്ടാമത് വിജയവാഡയിലാണ്. അപ്പം ഈ റെക്കോർഡ് പുറത്തുവിടുന്നത് NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ് ഈ റെക്കോർഡ് പുറത്തുവിട്ടിട്ടുള്ളത്. അടുത്തത്, വാഗമണിൽ നിന്നും കണ്ടെത്തിയ ശതാവരി കുടുംബത്തിൽപ്പെട്ട പുതിയ സസ്യം അതിന്റെ പേരാണ് വനപുഷ്പം. അത് ശതാവരി കുടുംബത്തിൽപ്പെട്ട ഒരു പുതിയ സസ്യമാണ്. വാഗമണിൽ നിന്നാണ് അത് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ വനപുഷ്പത്തിന്റെ ചിത്രം ഏകദേശം ഇങ്ങനെയാണ്. ഇതാണ് വനപുഷ്പം. അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ക്ലോറോഫൈറ്റം വനപുഷ്പം എന്നാണ്. ഇതാണ് വാഗമണിൽ കണ്ടെത്തിയ വനപുഷ്പം. ക്ലോറോഫൈറ്റം വനപുഷ്പം എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. ഇതിന്റെ പേരാണ് ക്ലോറോഫൈറ്റം വനപുഷ്പം. ക്ലോറോഫൈറ്റം വനപുഷ്പം എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. ഇനി അടുത്തിടെ റെയിൽ അധിഷ്ഠിതമായി ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ അതിന്റെ പേരാണ് അഗ്നി പ്രൈം മിസൈൽ. അടുത്തിടെ റെയിൽ അധിഷ്ഠിതമായി ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് അഗ്നി പ്രൈം മിസൈൽ. ഓട്ടോബയോഗ്രഫി ഓഫ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലനി. ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജോർജിയ മെലനിന്റെ ഓട്ടോബയോഗ്രഫി, അവരുടെ ആത്മകഥ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ പേരാണ് ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ്. അപ്പം ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് ഇതാണ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജോർജിയ മെലനിന്റെ ഓട്ടോബയോഗ്രഫി. അത് നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർവേഡ് എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അപ്പൊ അതിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ടാണ് ജോർജിയ മെലനിന്റെ ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത കമാൻഡ് കൺട്രോൾ സെന്റർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത കമാൻഡ് കൺട്രോൾ സെന്റർ ആരംഭിച്ച ക്ഷേത്രം ഏതാണെന്നാണ്. അത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം. അത് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പൊ ആന്ധ്രാപ്രദേശിലെ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത കമാൻഡ് കൺട്രോൾ സെന്റർ ആരംഭിച്ചത്. അടുത്തത്, വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ പുതിയ വിസ വിഭാഗം ആരംഭിച്ച രാജ്യം അത് ചൈനയാണ്. കെ വിസ എന്ന പേരിൽ വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി പുതിയ വിസ വിഭാഗം ആരംഭിച്ചത് ചൈനയാണ്. അടുത്ത ചോദ്യം, $500 ബില്യൺ ആസ്തി കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി എലോൺ മസ്ക് ആണ്. എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ.
അപ്പം $500 ബില്യൺ ആസ്തി കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി എലോൺ മസ്ക് ആണ്. അടുത്ത ചോദ്യം, പൈതൃക ടൂറിസവും സുഗന്ധവ്യഞ്ജന ടൂറിസവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പൈസ് റൂട്ട് ഇനീഷ്യേറ്റീവ്. അപ്പൊ സ്പൈസ് റൂട്ട് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നതാണ് പൈതൃക ടൂറിസവും അതുപോലെ സുഗന്ധവ്യഞ്ജന ടൂറിസവും പ്രോത്സാഹിപ്പിക്കുന്നതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി. അത് സ്പൈസ് റൂട്ട് ഇനീഷ്യേറ്റീവ് കേട്ടോ. അടുത്ത ചോദ്യം, 2025 സ്കൂൾ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ് ആണ്. അപ്പൊ അതിന്റെ വെന്യൂ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. ബ്രാൻഡ് അംബാസഡർ സഞ്ജു സാംസൺ ആണ് 2025 സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡർ. അടുത്തത്, ഇന്ത്യൻ ആർമി ഡ്രോൺ കവച് എന്ന എക്സസൈസ് നടത്തിയത് അരുണാചൽ പ്രദേശിലാണ്. അപ്പം ഇന്ത്യൻ ആർമി ഡ്രോൺ കവച് എന്ന എക്സസൈസ് അരുണാചൽ പ്രദേശിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, UNEP യങ് ചാമ്പ്യൻ ഓഫ് എർത്ത് 2025. അത് ജിനാലി മോഡി എന്ന് പറയുന്ന ഇന്ത്യക്കാരിയാണ്, അവർക്കാണ് ലഭിച്ചിരിക്കുന്നത്. UNEP യങ് ചാമ്പ്യൻ ഓഫ് ദ എർത്ത് 2025 ജിനാലി മോഡി. ഇനി വേൾഡ് അനിമൽ ഡേ, October 4 വേൾഡ് അനിമൽ ഡേ. അതിന്റെ തീം 2025 തീം സേവ് ആനിമൽസ് സേവ് ദ പ്ലാനറ്റ് എന്നാണ്. 2025 തീം സേവ് ആനിമൽസ് സേവ് ദ പ്ലാനറ്റ് എന്നാണ് വേൾഡ് അനിമൽ ഡേ October 4. ഇനി കേരളത്തിൽ നിരോധിച്ച വിവാദമായ ചുമമരുന്ന് കോൾഡ്രിഫ്. കേരളത്തിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും റീസെന്റ് അത് നിരോധിച്ചിട്ടുണ്ട്. അത് നിരോധിക്കാൻ കാരണമായിട്ടുള്ള കെമിക്കൽ കോണ്ടന്റ് അല്ലെങ്കിൽ ആ സംഭവം, അതിന്റെ പേര് എന്ന് പറയുന്നത് ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ എന്നാണ് അതിന്റെ പേര്. അതൊരു ഹൈലി ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അതിന്റെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം കാരണം ഒരുപാട് പേര് മരണപ്പെടുകയുണ്ടായി. സോ അതുകൊണ്ടാണ് ഈ ചുമന്റെ മരുന്ന് നിരോധിച്ചത്. അപ്പൊ ആ ടോക്സിക് സബ്സ്റ്റൻസിന്റെ പേര് ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ. ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ എന്നാണ് ആ സബ്സ്റ്റൻസിന്റെ പേര്. നിരോധിച്ച ചുമമരുന്നിന്റെ പേര് കോൾഡ്രിഫ് എന്നാണ്. ഇനി വേൾഡ് സ്പേസ് വീക്ക് October 4 to 10 ആണ്. അപ്പൊ 2025 വേൾഡ് സ്പേസ് വീക്കിന്റെ തീം എന്ന് പറയുന്നത് ലിവിങ് ഇൻ സ്പേസ് എന്നാണ്. വേൾഡ് സ്പേസ് വീക്ക് October 4 തൊട്ട് 10 വരെ. അപ്പം 2025 തീം ലിവിങ് ഇൻ സ്പേസ് ആണ്. ഇനി ജപ്പാനിലെ ഫസ്റ്റ് വിമൻ പ്രൈം മിനിസ്റ്റർ, ജപ്പാനിലെ ആദ്യത്തെ വിമൻ പ്രൈം മിനിസ്റ്റർ ആണ് സെനെ ടെക്കൈച്ചി. ആദ്യത്തെ ജപ്പാനിലെ വിമൻ പ്രൈം മിനിസ്റ്റർ ആണ് സെനെ ടെക്കൈച്ചി. ഇനി 2025 വയലാർ അവാർഡ് നേടിയ എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ നോവല് തപോമയിയുടെ അച്ഛൻ. അപ്പം 2025 വയലാർ അവാർഡ് നേടിയത് ഇ സന്തോഷ് കുമാർ, നോവല് തപോമയിയുടെ അച്ഛൻ. അടുത്ത ചോദ്യം, വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇത്തവണ ഫസ്റ്റ് ബ്രസീലിനാണ്. ഇന്ത്യക്ക് 10th place ആണ് വിത്ത് 22 മെഡൽസ്. 22 മെഡലുകൾ ഉണ്ട്. അതിൽ 6 ഗോൾഡ്, 9 സിൽവർ, 7 ബ്രോൺസ്. പിന്നെ ആദ്യമായിട്ടാണ് ഇത് ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പം ഇതിന്റെ വെന്യൂ ഇപ്രാവശ്യം ഡൽഹിയിലെ നെഹ്റു സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അപ്പം വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഫസ്റ്റ് ബ്രസീലിനാണ്. ഇന്ത്യക്ക് 10th place ആണ്. 22 മെഡലുകൾ, 6 ഗോൾഡ്, 9 സിൽവർ, 7 ബ്രോൺസ്. അടുത്തത് 2024 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ ജൂറി ചെയർമാൻ. അത് പ്രകാശ് രാജ് ആണ്. ആക്ടർ പ്രകാശ് രാജ് ആണ് 2024 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ജൂറി ചെയർമാൻ. ഇനി വേൾഡ് കോട്ടൺ ഡേ October 7 ആണ്. October 7 ആണ് വേൾഡ് കോട്ടൺ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ്. അത് കൊച്ചി എയർപോർട്ട് പരിസരത്താണ് അത് വരുന്നത്. അപ്പം ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് വരുന്നത് കൊച്ചി എയർപോർട്ട് പരിസരത്താണ്. അത് ഡെവലപ്പ് ചെയ്യുന്നത് BPCL-ഉം സിയാലും കൂടിയിട്ടാണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും സിയാലും. അപ്പം ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കൊച്ചി എയർപോർട്ട് പരിസരത്ത്, ഡെവലപ്പ് ചെയ്യുന്നത് BPCL-ഉം സിയാലും. സോ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നിട്ടുണ്ട്.
ഈ ഒരു സെഷനിൽ നമ്മുടെ മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അടുത്ത സെഷനിൽ അത് കാച്ചപ്പ് ചെയ്ത് കൊണ്ടുവരും. സോ ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇത് ഹെൽപ്ഫുൾ ആവും എന്ന് കരുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ചാനൽ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.